Vinay and Mani. Lemon ginger something. Anybody for lemon ginger tea or anything? The tani idella carla irukka tani ലോപ്സി കിച്ചണിൽ ഫുഡ് അടിക്കാൻ വന്നിരിക്കുന്നു. വെൽക്കം ടു ലോപ്സി. അങ്ങനെ ഞങ്ങൾ അവസാനം നമ്മുടെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റിലെത്തി. അദ്ദേഹത്തിൻ്റെ പേര് ബുദ്ധ എന്നാണ്. വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നു. ഇവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ പൊക്സിക വാലിയിലേക്ക് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. മിക്കവാറും നാളത്തെ സ്റ്റേ ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കും. ഞങ്ങൾ പൊക്സിക വാലിയിൽ തിരിച്ചു വരും. മിക്കവാറും സ്റ്റേ ഇവിടെ ആയിരിക്കാനാണ് സാധ്യത. ഞങ്ങളങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ്, വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹം ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു ഭൂട്ടാൻ സ്റ്റൈല്. അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി വഴിയിൽ വേറൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നു. ചെറിയ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. ഇവിടുന്ന് ഇനി ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ തക്കാളി, അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കൃഷി നമുക്ക് ഈ ബാക്ക് സൈഡിൽ കാണാം. പുരാതന രീതിയിലുള്ള ഒരു വീടാണ് ഇത്. ഇവിടെ തൊട്ടടുത്ത് ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ അടുത്തടുത്ത് തന്നെ ഒരുപാട് പഴയ വീടുകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ നേരെ പൊക്സിക വാലിയിലേക്ക് യാത്രയാണ്. കാണുന്ന 2-3 മലകൾ താണ്ടി വേണം പൊക്സിക വാലിയിലേക്ക് എത്താൻ. നമ്മുടെ റൈഡേഴ്സ് എല്ലാം തലയ്ക്ക് പോയിരിക്കുന്നു. ഞാൻ പുറകെ പതിയെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ബാക്കപ്പ് കാറും പുറകെ ഉണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്യും. രാത്രിക്ക് പൊക്സിക വാലിയിൽ സ്റ്റേ ചെയ്തിട്ട് ഇരുട്ടിനെ നമുക്ക് പൊക്സിക വാലിയിൽ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ മഴയ്ക്കുള്ള ചാൻസസ് ഉണ്ട്. മഴ ചാർവാലി, പക്ഷേ നമ്മുടെ ഭംഗിയുള്ള വാലികളിലൊന്നാണ്. ഭംഗിയുള്ള റോഡ് ഫുള്ള് ഫ്രീ ആണ്. ഏകദേശം പൊക്സിക വാലിയിലേക്ക് എത്താറായിരിക്കുന്നു. സൂപ്പർ. എനിക്ക് 2 സ്ഥലത്ത് നല്ല ഭംഗിയുള്ള വാലി, നല്ല താഴ്വാരം. അങ്ങനെ പൊക്സിക വാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ദിവസത്തെ നല്ല ആഗ്രഹമായിരുന്നു പൊക്സിക വാലി എത്തുക എന്നുള്ളത്. പൊക്സിക വാലി എന്ന് പറഞ്ഞാൽ ഭൂട്ടാനിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലേസ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ വാലി എന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെ പൊക്സിക വാലിയിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശം നോക്കിയാലും ഫുൾ പ്രകൃതി ഭംഗി. നല്ല മലകളും അതുപോലെ നല്ല താഴ്വാരവും നല്ല ക്ലൈമറ്റ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ് പൊക്സിക വാലിയിലേക്ക്. പൊക്സിക വാലിയിലെ ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത് നാളെ തിരികെ പാറോയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പാറോയിലെത്തിയിട്ട് ടൈഗർ നെസ്റ്റ് ഹൈക്കിംഗ് ആണ്. എല്ലാവരും പൊക്സിക വാലിയിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ സന്തോഷത്തിലാണ്. റോഡ് നല്ല ഭംഗിയുള്ള റോഡ്. അതേപോലെ റോഡിൻ്റെ ഇടതുഭാഗത്ത് നോക്കിയാൽ നമുക്ക് വളരെ വിസ്താരമായി കിടക്കുന്നൊരു ഗ്രൗണ്ട് പോലെ വിസ്താരമായി കിലോമീറ്ററോളം വിസ്താരമായിട്ട് കിടക്കുന്ന വാലി നമുക്ക് കാണാം. വളരെ ഭംഗിയുള്ളൊരു വാലി. പിന്നെ കാണാൻ പൗരാണികമായ രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ ഹോട്ടലിനെ ലക്ഷ്യമാക്കിയല്ല പോകുന്നത്. ഹോട്ടലിലേക്ക് പിന്നെ പോകാം. ആദ്യം വാലിയിലെ ഏതെങ്കിലും ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ പോയി നിർത്തി കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ആദ്യം വിചാരിച്ചിരുന്ന ഹോട്ടലിലെത്തി, ഹോട്ടലിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി പതിയെ ഫ്രഷായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആളുകൾ ഈ പൊക്സിക വാലി കണ്ടു കഴിഞ്ഞപ്പോൾ ആർക്കും ഹോട്ടലിലേക്ക് പോകണമെന്നില്ല. ടൈറ്റ്നെസ് എല്ലാം പോയി. എല്ലാവർക്കും ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ പോയി അവിടെ കുറേ സമയം എക്സ്പ്ലോർ ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഭംഗിയുള്ളൊരു പ്രദേശം. നമ്മൾ ഒരു കൃത്യമായൊരു സ്ഥലം അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു താഴ്വാരം, ഫ്രീ ആയിട്ട് കിടക്കുന്നൊരു മൈതാനം പോലെ ഫ്രീ ആയിട്ട് കിലോമീറ്ററോളം ഫ്രീ ആയിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാപ്റ്റനോട് അറിയിച്ച പ്രകാരം അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ല ഭംഗിയുള്ള വീടുകളും അതേപോലെ തന്നെ നല്ല കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും.
ഞങ്ങൾ ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊർജിയ വാലി നമ്മുടെ ഭൂട്ടാനിലെ ഹിന്ദുസത്തിലെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ബ്ലാക്ക് നെക്കഡ് ക്രെയിൻ എന്ന് പറയുന്നൊരു പക്ഷി ചൈനയിൽ നിന്ന് ഒരു പക്ഷി എല്ലാ വർഷവും ഇവിടെ വരും. ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ മൗണ്ടൻ്റെ മുകളിലൊരു മോണസ്ട്രി ഉണ്ട്. ആ മോണസ്ട്രിയിൽ ഒരു 3-4 തവണ റൗണ്ട് ചുറ്റിയിട്ട് ആണ് ഈ വാലിയിൽ കുറേ ദിവസങ്ങളോളം ഈ വാലിയിൽ കാണും. അതിനുശേഷം പിന്നെ തിരികെ പോകുമ്പോഴും വീണ്ടും ആ മോണസ്ട്രിയുടെ മുകളിൽ ഇങ്ങനെ ചുറ്റിയിട്ട് തിരികെ പോകുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. പക്ഷേ നമുക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വളരെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നോക്കിയാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കാണാം. നമ്മളുടെ ഹോട്ടലിലായിക്കോട്ടെ, അതുപോലെ നമ്മുടെ റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, വീടുകളിലൊക്കെയും നമ്മുടെ ബ്ലാക്ക് നെക്കഡ് ക്രെയിനിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പഴയ വീടുകളും ദീർഘവർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മളുടെ ഗുഡ്നീസാണ്. അവരെ കൂടി കാണേണ്ടതായിട്ടുണ്ട്. അവർ ഈ ഭൂട്ടാൻ്റെ വേറെ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഇവിടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ നടത്തി ഇവിടെ താമസിക്കുന്നു. ഞങ്ങൾ അവസാനം ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ബിൽഡിങ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 5-6 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത വീടും കാര്യങ്ങളും ഉള്ളൂ. അതുവരെയും ഫ്രീ ആണ്. അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭംഗിയുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയും കുറച്ച് നേരം ഇവിടെ ഫ്രീ ആയിട്ടുള്ള ആ സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഇതുവരെ വേറൊരു ടൂറിസ്റ്റുകൾ ആരും കണ്ടിട്ടില്ല. നമ്മുടെ ഗൈഡ് പറഞ്ഞനുസരിച്ച് നിറയെ ടൂറിസ്റ്റുകൾ വന്ന് തമ്പടിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇതുവരെയും ആരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രീ ആയിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു. അവിടേക്ക് അവർ ഞാൻ അല്പം മുമ്പിലേക്ക് പോവുകയാണ്. നമ്മുടെ റൈഡേഴ്സ് എല്ലാവരും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോസ് എടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആ ഒരു തെളിഞ്ഞൊരു സ്ഥലത്തേക്ക് ഇന്ന് ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു വീഡിയോ വഴി ഇവിടെ എല്ലാവരും ഞങ്ങളുടെ റൈഡേഴ്സ് ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്ത് വരുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്കെടുക്കാനുള്ള ചിന്തയിൽ ഞാൻ തലയ്ക്ക് പോകുന്നു. ഏതെങ്കിലും ഒരു സ്ഥലം പിടിച്ച് അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്ര പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ കാശ്മീരിലും അതേപോലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നിരവധി വാലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇത്ര ഭംഗി, ഇത്ര വൈബ് കിട്ടിയുള്ളൊരു സ്ഥലം നമുക്ക് ഭൂട്ടാനിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ഭംഗിയുള്ളൊരു വാലി, നോ പൊല്യൂഷൻ, നീറോ, ഒരു സൗണ്ടോ ഒന്നുമില്ല. മറ്റൊരു റോഡിലെങ്കിലും ഒരു പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഒരു കച്ചറ ആയിക്കോട്ടെ, വേസ്റ്റ് ആയിക്കോട്ടെ, ഒന്നുമില്ല. മനുഷ്യരുമില്ല, മൃഗങ്ങളുമില്ല, ഒന്നുമില്ല. നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ്. അവിടെ എത്തിച്ചേർന്ന് ഭയങ്കര ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ്. നല്ല ഇവിടുത്തെ ക്ലൈമറ്റും അതേപോലെ തന്നെ നല്ല പറയേണ്ട ആണ്. നല്ല ഓക്സിജൻ, നല്ലതായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ അവിടുന്ന് വിട്ടു വന്നതിന് ശേഷം ഇത്രയും നല്ല ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നവരെയും എല്ലാവരും ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ അവസാനം പബ്ജി ഗോവലിൽ എത്തിയിരിക്കുന്ന എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും ഹാപ്പിയാണ്. കാരണം അവരുടെ എല്ലാവരും വിവിധ ജോലി ചെയ്യുന്നവരും അധ്യാപകരും അതേപോലെ എൻജിനീയേഴ്സും അതുപോലെ സ്വന്തമായിട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷേ അവർ ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒന്ന് ലൈഫ് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലമാണ്. നമ്മളുടെ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല നല്ല ഓർമ്മകളാണ് തരുന്നത്. നമുക്ക് പലപ്പോഴും ഓർക്കാനും ചിന്തിക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. എക്സ്പ്ലോർ ചെയ്യാനും നമ്മളുടെ വരും തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയും വീഡിയോസുമാണ് ഞങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന് വളരെ സന്തോഷം. ഞങ്ങൾ പറഞ്ഞതുപോലെ നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടി.
ഇനിയും അല്പനേരം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നത്. നല്ല ഒരു ഫ്രീയായിട്ടുള്ള സ്ഥലം, നമ്മുടെ നാട്ടിൽ നമുക്ക് കണ്ടുകിട്ടാൻ കഴിയാത്ത ഒരു സ്ഥലം, ഒരു അനുഭവമാണിത്. എനിക്ക് നമ്മുടെ ബാക്കപ്പ് വണ്ടി എത്തിയിരിക്കുകയാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നേരം ഞങ്ങളോട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കും കാണാം. ഒബ്ജിഗാവാലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഫ്ലൈറ്റിലാണെങ്കിൽ പാറോയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഡോച്ചുല പാസ് വഴി വരാൻ പറ്റും. ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ ഫുൻസിലിംഗ് വഴി നിങ്ങൾ ചുക്ക അതേപോലെ തിമ്പു വഴി നിങ്ങൾക്ക് പുനാക്ക വഴി ഈ ഇവിടേക്ക് എത്തിച്ചേരുവാൻ തക്കണം കഴിയുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും യാത്രാപ്രേമികൾ മറക്കാതെ കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണ്. എല്ലാവരും സന്തോഷമായി വന്ന് എത്തിച്ചേർന്ന് വളരെ ഹാപ്പിയാണ് എല്ലാവരും. നല്ലൊരു വാലിയുടെ വ്യൂ കണ്ടുകൊണ്ടിട്ടാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. ദിസ് ഈസ് അവർ ഹോംലി സ്റ്റേ. നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. ഹായ്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ യാ Please, thank you. വി ആർ മെനി.
Yeah, coffee or chai? What do you have? Chai. Milk chai? Finishing off with a wonderful view and best. Thank you. What a Thank you. And we're still not done. Yes, sir. You can. We're still not done. Yeah. Which sir? Oh, Valley? Yeah. Again, morning also you can go like before leaving to that Punaka. You can walk. It's a walkable. Yeah. I just want to like again brief about the tomorrow's program. Yeah. Hey guys, listen. Before that, the dinner time it start from 8 o'clock. It is. 8 o'clock like आज बुफे लगेगा तो 8 में हम निकाल देंगे In Kerala, Miguani. हिंदी you don't know Hindi? No. We are from South India. Oh sorry the buffet will start at 8 and like it might get cold so it would be better if you Start at 8. yeah, Any other start guests at are expected or and only we us? like yes Any other guests? yeah. बस फुड सीக்கிரம் தீந்துறதுக்காக கேட்டுக்கிறோம். That's all. Yes and like the dinner will close at 9 So breakfast. breakfast is from 7:30 to 9 so you Bali guys bro. can decide and We need some extra time so we because can So prepare when do we start? for us around 9 o'clock tomorrow. dinner time. Dinner? 8 to 9. Normally 8 to 9. 9 o'clock is for us. It's very early. Half an hour at least. Half an hour. Yeah, because you know. yeah maybe because like we'll have to clean up and go home and we'll be early tomorrow 30 minutes, please. yeah 30 minutes maybe Yeah, please. not more 8:30 to 9:30. 8:30. please. That's why we had today. The different the restaurant will go. Maybe if you are late, we'll go first for the lunch. And if you are early, we'll complete the sightseeing. Few sightseeing like a fortress. Yeah? We'll Fortress? stick with like plan. We'll go see sightseeing and come. Yeah. Today 2 hours. Yeah. இல்ல சொல்லுங்க காலைல கொஞ்சம் ஸ்லோவாவே போலாமா இல்ல Two sightseeing tomorrow, like fortress and the suspension bridge. And another thing, there's a. But then you have to take shots for that. You are changing if you're interested. Yeah. That's all. Anything? ഇതാ ഞങ്ങളുടെ റൂം ഞാനും ജോൽ ബ്രോയാണ് ഈ റൂമിൽ ഫുൾ തടിയിലുണ്ടാക്കിയ റൂം എല്ലാം ഫുള്ള് ഫ്ലോറും തടി റൂഫും തടി സൈഡിലും തടി ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് വാട്ട് എ വണ്ടർഫുൾ ട്രാജഡിക്കൽ ഹിസ്റ്റോറിക്കൽ മെമ്മോറിയൽ വ്യൂ ഇതാണ് ഇന്നത്തെ കിടപ്പറ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ മെക്കാനിക് ചെയ്തുകൊണ്ട് നാളെ രാവിലെ പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ രാത്രി 11 മണിയായി രാവിലെ ഞങ്ങൾക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് എല്ലാം കംപ്ലയിൻസൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഞങ്ങൾ ശരിയാക്കുകയാണ് രാവിലെ 5 മണിയായപ്പോൾ തന്നെ ഇവിടെ സൺറൈസ് ആയി നോക്കിയ ഉദയസൂര്യൻ്റെ പ്രകാശം നമുക്ക് അവിടെ നിന്ന് കാണാം നല്ല ഭംഗി ഇവിടെ ഒരാഴ്ച ഒരു മാസം ഇവിടെ താമസിച്ചാലോ എന്ന് വിചാരിക്കുന്നു അതേപോലെ ഭംഗിയുള്ളൊരു സ്ഥലം അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റു ആർക്കും ഒരു ടയർഡ്നെസ്സോ ഒന്നുമില്ല എല്ലാവരും രാവിലെ എഴുന്നേറ്റു നമ്മൾ ഞങ്ങളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വെളിയിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി ഒരു തവണ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും മേളിൽ കുത്തിയിരിക്കുന്നു നമ്മുടെ പബ്ജിക വാലിയിലുള്ള വീടുകളൊക്കെയാണ് കാണുന്നത്
നല്ല ഭംഗിയുള്ള വീടുകൾ, അടിപൊളി മതിലുകൾ. My home resort, restaurant, room available, cafeteria, hot stone, steam bath. There are so many kudiras there. ജോഗിങ് ചെയ്തിട്ട് വരാമെന്ന് കണ്ടുള്ള കണക്കൂട്ടിൽ ഇറങ്ങിയാണ്. ഒന്ന് ഓടിയിട്ട് വരുമ്പോഴത്തേക്കിനും കാലൊക്കെ ഒന്ന് സെറ്റാകും. എന്നിട്ട് നമുക്ക് ട്രാവലിങ് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. കുതിരകൾ നല്ലൊരു അരുവി. ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഓഡിയാന ഹോട്ടൽ, പോപ്ജിഗ, ഗാങ്ടേ, വാങ്കുഡെ, ഭൂട്ടാൻ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തിരിച്ച് യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നേരെ പുനാഖായ്ക്കാണ് പോകുന്നത്. ഇന്ന് പുനാഖായിലാണ് സ്റ്റേ. പുനാഖായിൽ കുറേ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഫോർട്രസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തതാണ്. എന്നാലും നമ്മുടെ റൈഡേഴ്സിലെ ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് വരുന്നവരാണ്. ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ചില ആളുകളെ അവിടെ റാഫ്റ്റിങ്ങിനും കാര്യങ്ങളിലൊക്കെ വിടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നു. അപ്പം ബൈ ബൈ പോപ്ജിഗ വാലി. പതിയെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോരുത്തരുടെ പൊസിഷനിൽ എത്തിക്കുന്നു. എല്ലാവരും തൻ്റെ ലൈൻ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പോപ്ജിഗ വാലിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുനാഖയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഗുഡ് ബൈ പോപ്ജിഗ, ബൈ. നല്ല ഒരു ദിനം സമ്മാനിച്ചതിന് പോപ്ജിഗയ്ക്ക് നന്ദി. വളരെ ബ്യൂട്ടിഫുൾ വാലി. ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ള വാലികളിൽ വെച്ച് കാശ്മീരിലൊക്കെയും വലിയ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പീസ്ഫുൾ നല്ലൊരു വാലി, ബ്യൂട്ടിഫുൾ വാലി.
ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടുന്ന് ചെറിയ സ്നാക്സും ചായയൊക്കെ കഴിച്ചിട്ട് യാത്ര മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.